1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ കോടികളുമായി കടന്ന സംഭവത്തിൽ പ്രതിഷേധവുമായി നിക്ഷേപകരും ജീവനക്കാരും. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധവുമായി എത്തിയ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. പോലീസ് കസ്റ്റഡിയിലെടുത്തയാളെ പിന്നീട് വിട്ടയച്ചു. സംഭവത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘം ചേർന്നതിനും റോഡ് ഉപരോധിച്ചതിനും കണ്ടാലറിയുന്നവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി കണ്ണു തുറക്കൂ പ്രതികരിക്കുക. പോലീസ് തന്നോട് മോശമായി പെരുമാറിയെന്നും തന്റെ കണ്ണട ബലം പ്രയോഗിച്ച് ഊരിയെടുക്കുകയും സംഘം ചേർന്ന് തന്നെ മർദ്ദിക്കാനൊരുങ്ങിയപ്പോൾ താൻ ബഹളമുണ്ടാക്കിയതുകൊണ്ടാണ് മർദ്ദിക്കാതിരുന്നതെന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത തിരൂരങ്ങാടി സ്വദേശി നൌഷാദ് പറഞ്ഞു. CPM പ്രവർത്തകനാണെന്നും ക്യാൻസർ രോഗിയാണെന്നും പറഞ്ഞതോടെ തന്നെ പോലീസ് അസഭ്യം പറഞ്ഞുവെന്നും വെള്ളപ്പേപ്പറിൽ ബലമായി ഒപ്പിട്ട് വാങ്ങിയെന്നും നൌഷാദ് പറഞ്ഞു. സമരത്തിന്റെ ഭാഗമായിട്ട് കരിമ്പിൽ നിന്ന് വന്നതാണ്, വേങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന്. അങ്ങനെ വന്നു. ഞങ്ങൾ ആദ്യം നിലമ്പൂർ പോയിട്ട് അവന്റെ വീട്ടില്, നിലമ്പൂരല്ല ചുങ്കത്തറ പോയി അവന്റെ വീട്ടില് അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുള്ള ഒരു പരിപാടിക്ക് പോയി. അവിടുത്തെ SI ആണ് ഞങ്ങളോട് പറഞ്ഞത്, ഇവിടെ പരാതികളൊക്കെ എടുക്കുന്നുണ്ട് നിലമ്പൂർ സ്റ്റേഷനിലാണ്, നിങ്ങൾ നിലമ്പൂർ സ്റ്റേഷനിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അപ്പോഴേ അവരെ നടപടി എടുക്കുള്ളൂ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ സമരത്തിൽ പങ്കെടുക്കാൻ ഇവരൊപ്പം വന്നതാണ്. സ്ത്രീകളടക്കമുള്ള കുട്ടികളുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, ഈ ചെറിയ മക്കളുണ്ട്, ആ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അടിയിൽ വെച്ചിട്ട് ഞാൻ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഞാൻ തെറ്റായ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. സ്വാതന്ത്ര്യ സമര സേനാനികൾ പിന്മുറക്കാരാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവർ ഇന്നെ ബലമായിട്ട് 10 പേര് ചേർന്ന് എൻ്റെ കണ്ണാട അടക്കം തെറിച്ചിരുന്നു. 10 പേര് ചേർന്ന് കണ്ണാട വലിച്ചിട്ട് ഉള്ളിൽ നിന്ന് ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവർ അടിക്കാൻ ശ്രമിച്ചു കൂട്ടത്തോടെ. ഞാൻ ഈളിട്ടുകൊണ്ട് മാത്രമാണ് അവർ വെറുതെ വിട്ടത്. ഇല്ലെങ്കിൽ പിന്നെ അതിന് അങ്ങനെ അന്ന് ചവിട്ടിയും കുത്തിയും കുറേ കാര്യങ്ങളൊക്കെ ഇതാക്കി. ഞാൻ പിന്നെ സൗണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് അവർ പിൻവാങ്ങിയത്. ഇല്ലെങ്കിൽ പിന്നെ അത് മാത്രമല്ല, രണ്ടാമത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ബലമായി ഒപ്പിടിച്ചിരിക്കണ്. വെള്ള പേപ്പറിൽ എന്നോട് പറഞ്ഞു ഇതിൽ ഒപ്പിടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ബ്ലാങ്ക് പേപ്പറിൽ എങ്ങനെ ഞാൻ ഒപ്പിടുക, നിങ്ങൾ എന്ത് എഴുതി ചേർത്ത് ആരെ ഉത്തരവാദിതാവുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതൊന്നും പറ്റൂല. അതൊക്കെ പറഞ്ഞാണ്ട് കൈ ബലം പ്രയോഗിച്ചിട്ട് കൈ കുത്തിച്ചിട്ട് അതിൽ ഒപ്പിടിച്ചു. പിന്നെ ഇവർ ചെയ്തത് സ്വാതന്ത്ര്യ സമര സേനാനികളെ ഞങ്ങൾ വാക്ക് മാന്യമായിട്ട് ഇവിടെ സ്ത്രീകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആ വാക്ക് പ്രയോഗിക്കാൻ പറ്റില്ല. സ്വതന്ത്ര സമര സേനാനികളെ അര കീപ്പട്ടും അര മേപ്പട്ടും പറഞ്ഞിട്ടുള്ള ഭയങ്കര എന്താ പറയുക, ഇവിടെ ഒരു പൊതുസമൂഹത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വാക്കുകളൊക്കെയാണ് അവർ പോലീസ് സ്റ്റേഷനിൽ ഉപയോഗിക്കേണ്ടത്. ഞാൻ ഞാൻ പറഞ്ഞു 44,000 രൂപ സാറേ ക്യാൻസർ രോഗിയാണ്, അത് പറഞ്ഞു ക്യാൻസർ രോഗി എൻ്റെ രോഗത്തിന് വേണ്ടി എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വെച്ച് മാറ്റി വെച്ച ഫണ്ടാണ്, അതാണ് എനിക്ക് നഷ്ടപ്പെട്ടില്ല. അതിന്റെ പരാതിയിട്ട് വന്നാണ് പറഞ്ഞപ്പോൾ അത് ഭയങ്കര സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. ഇവിടെ ക്യാൻസർ ചികിത്സയ്ക്കായി സ്വരൂപിച്ച പണമാണ് നഷ്ടമായത്. പാലക്കാട്, നിലമ്പൂർ, കോഴിക്കോട്, വയനാട് ഭാഗങ്ങളിലെ 14 ബ്രാഞ്ചുകളിലായി പണം നിക്ഷേപിച്ചവരും ജീവനക്കാരുമാണ് പ്രതിഷേധവുമായി എത്തിയത്. രാവിലെ 11 മണിയോടെ അടച്ചുപൂട്ടിയ കാരാട്ടുകുറീസിലെയും ധനക്ഷേമ നിധിയിലെയും ജീവനക്കാരും നിക്ഷേപകരും പൂക്കോട്ടുമണ്ണയിലുള്ള കമ്പനി ഫോർമൻ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ ശേഷമാണ് നിലമ്പൂരിലേക്ക് എത്തിയത്. കാരാട്ടുകുറീസിന്റെ നിലമ്പൂർ ജനതപ്പടിയിലെ ഓഫീസ് പരിസരത്ത് നിന്നുമാണ് പ്രകടനമായി നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയത്. പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞ ശേഷം നിലമ്പൂർ സ്റ്റേഷനിൽ പരാതി നൽകിയവരിൽ 3 പേരെ ചർച്ചയ്ക്ക് വിളിച്ചതോടെ മറ്റ് ബ്രാഞ്ചുകളിൽ നിന്നുള്ളവർ തങ്ങളുടെ ആവശ്യം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ നിലമ്പൂരിലെ പരാതികൾ മാത്രമേ തനിക്ക് കേൾക്കാൻ കഴിയൂവെന്ന് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായർ പറഞ്ഞു. 200-ലേറെ പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. ഈ കാരാട്ടുകുറി എന്ന് പറയുന്നത് ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, ഗവൺമെന്റിൽ നിയമപ്രദമായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് 8 വർഷത്തോളമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ്. 5-8 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധനകാര്യ സ്ഥാപനം ഒരുപാട് നിക്ഷേപകരെ ഇതിൽ ആകൃഷ്ടരായി ഇതിൽ പണം നിക്ഷേപിക്കുകയും കുറേ ആളുകൾക്ക് തിരികെ കിട്ടിയിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു മാസത്തിനിപ്പുറമായിട്ട് അവർ കൊടുക്കേണ്ടതായ കാശുകൾ ചെക്ക് മടങ്ങുകയും അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ അവർ അകപ്പെട്ടതായിട്ട് അറിയുകയും ചെയ്ത്, അങ്ങനെ ഇതിൽ നിക്ഷേപിച്ച ആളുകളൊക്കെ കാശ് ചോദിച്ച് തിരികെ ചെന്നപ്പം ഈ ഓണേഴ്സ് മുങ്ങി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ഈ ധനകാര്യ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മുങ്ങി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവരതിന് പറഞ്ഞ ഒരു ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതി സ്റ്റേ ഉണ്ട്, ഇത്
പിന്നെ പൂട്ടാൻ സ്റ്റേ വന്നിട്ടുണ്ട്, ഇതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള സ്റ്റേ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോയി എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പരാതി കൊടുക്കാനാണ് ഇവിടെ വന്നത്. ഇതിൽ യാതൊരുവിധ നടപടിയും എടുക്കാതിരിക്കുകയും ഇതിൽ ഒരുപാട് ആളുകൾക്ക് ലക്ഷങ്ങളും പതിനായിരങ്ങളുമായ കാശുകൾ നഷ്ടപ്പെടുകയും ചെയ്ത ആളുകളാണ് ഈ വന്നിരിക്കുന്ന ആളുകളൊക്കെ. ഇതിൽ ജീവനക്കാരുമുണ്ട്, ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുമുണ്ട്, ഇതിലെ നിക്ഷേപകരും ഈ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് ഇവിടെ പരാതി കൊടുക്കാൻ വന്നവരോട് മാന്യമായ രീതിയിലുള്ള ഒരു സമീപനമല്ല ഇവിടുത്തെ സ്റ്റേഷൻ അധികൃതർ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ. കാരാട്ടുകുറി എന്ന പ്രൈവറ്റ് കമ്പനിയാണ്, 13ഓളം ബ്രാഞ്ച് ഉണ്ട്. 200 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. അതിന്റെ ഇരകളാണ് ഇപ്പോൾ ഈ വന്നുകൂടി പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വന്നുകൂടിയിരിക്കുന്നത്. പോലീസ് പരാതി അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. 250 പരാതി ഉണ്ട്. ആ അന്വേഷണത്തിലാണ്, കുറച്ച് ടൈം എടുക്കുമെന്നാണ് പറയുന്നത്. ഇരകളുടെ ആവശ്യം അന്വേഷണം വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നാണ്. അത് അന്വേഷിക്കാൻ വന്ന ആളുകളെ ഇപ്പോൾ ആക്രമിക്കാൻ പോലീസ് ചെയ്ത്, പോലീസ് ജനങ്ങൾ ഈ വന്ന ആളുകളെ വയലൻ്റ് ആക്കുന്ന രീതിയാണ് ഇപ്പോൾ നടന്നു വന്നത്. ഒരു മാന്യമായി സംസാരിക്കുന്ന പോലീസ് ഒരു അക്രമശക്തമായ നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചത്. ഇപ്പോൾ സംഭവിച്ചത് ഒരു 3 ആളുകൾ ഇപ്പോൾ നടക്കുന്ന കേസുമായി എന്താണ് അതിന് നടന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷിക്കുമ്പോൾ പോലീസ് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉണ്ടായത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor.